ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി ആൻസേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗോൾഡാണ് നമ്മൾ ഈ വീക്കിൽ ഒന്ന് നോക്കുന്നത്. നമുക്ക് രണ്ടാഴ്ചയായിട്ട് വീക്കിലി ആൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ച് സിറ്റുവേഷൻസ് കാരണമായിരുന്നു അത് പറ്റാഞ്ഞത്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സങ്കടമായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് പല ആൾക്കാരുടെ അക്കൗണ്ടുകൾ പാസ്സായിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ നല്ല പ്രോഫിറ്റിലില്ല, വീക്കിലും മന്തിലൊക്കെ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാഴ്ചയായിട്ട് നമുക്ക് അവർക്കൊന്ന് ഗൈഡ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നറിയാം. അതിന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓരോരുത്തർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് അത്രയും സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പാസ്സാകുന്നത് മുതൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്നതൊക്കെ നടന്നിരുന്നു വെച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ച രണ്ടാഴ്ച ഞാൻ സൈലൻ്റ് ആയാലും നിങ്ങൾ അടിപൊളിയായിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സോറി, എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ആൾക്കാരടക്കം പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. ഞാൻ നല്ലൊരു സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് എപ്പോഴും ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഇത്രയും 2 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു എക്സ്പീരിയൻസ് ട്രേഡറിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഒരു മെൻറ്റർ പറയുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് അതിനർത്ഥം. അപ്പോൾ കുറച്ച് ആൾക്കാർ ട്രേഡിംഗ് ഒക്കെ പതിയെ സ്ലോ ആക്കി വെച്ചു. ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ ലോസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് അതിശക്തമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നല്ല രീതിയിൽ നമുക്ക് ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗോൾഡിൽ വ്യക്തമായിട്ട് ഇനി നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഗോൾഡിൻ്റെ മന്തിൻ്റെ ചാർട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 4 മാസമായിട്ടൊരു ബിയറിഷ് ചാർട്ടാണ് കാണുന്നത് അല്ലേ. നമുക്ക് നേരത്തെയൊക്കെ പ്രൈസ് ബുള്ളിഷിൽ പോകുമ്പോഴും ബിയറിഷ് ചാർട്ട് കണ്ടിരുന്നു. പക്ഷെ വളരെ ചെറിയ 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 ക്യാൻഡിൽസ് ആയിരുന്നു. അതായത് നമുക്ക് അതിനകത്ത് വോളിയം കുറവായിരുന്നു. ഇങ്ങനെയുള്ള ക്യാൻഡിൽസിലൊക്കെ ബുള്ളിഷിലേക്കുള്ള ക്യാൻഡിൽസിലായിരുന്നു വോളിയം കുറവ്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവസാനത്തെ ഒരു 2 മാസത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വോളിയം കുറവായിരുന്നു. ഈ ഒരു ക്യാൻഡിലാണ് പെട്ടെന്ന് നല്ല ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് പ്രൈസ് തിരിച്ച് കയറുമെന്ന് വിചാരിച്ചത്, കയറിയില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലേക്ക് വരാൻ വന്നില്ല. നമുക്ക് ഈ മാസം തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ, കഴിഞ്ഞ മാസങ്ങളിലത്തെ അതേ ക്യാൻഡിലിൻ്റെ അത്രയും വോളിയം തന്നെയുള്ളൊരു ക്യാൻഡിൽ നമുക്കിപ്പോൾ അവിടെ കണ്ടു. പക്ഷേ എത്രത്തോളം താഴേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കി കഴിയുമ്പോഴും അതിശക്തമായിട്ടുള്ള ക്യാൻഡിലാണ് ഈ മാസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ലോയൊക്കെ എടുത്ത് പോകുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഡേയിലേക്ക് വരുമ്പോഴാണെങ്കിലും ബിയറിഷ് തന്നെയാണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഒരു 4 ഡേയ്സ് പ്രൈസ് ഒരു ബിയറിഷ് തന്നെ ഉണ്ടായിരുന്നെങ്കിലും 2 ഡേയ്സ് ഒരു ബുള്ളിഷിലേക്ക് പ്രൈസ് റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫ്രൈഡേ നല്ല ശക്തമായിട്ട് തന്നെ പ്രൈസ് എന്ത് ചെയ്ത് താഴേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈഡേയ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറുന്ന ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ മൺഡേ തിരിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ ഒരു പൊസിഷനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും വീണേക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് റിക്കവറി ആയിട്ട് കയറി അതേപോലെ താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഈ ഡേയുടെ ഒരു സ്ട്രക്ചറിൽ ഇനി എന്തായിരിക്കും നടക്കുന്നത്. പ്രൈസ് ഇപ്പോഴും മന്ത് വീക്ക് ഡേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെ. ഹൈ ടൈം ഫ്രെയിം മെയിനായിട്ട് നോക്കുന്ന, നമ്മൾ സിംഗിൾ നോക്കുന്ന മെയിൻ ടൈം ഫ്രെയിമുകളാണ് ഡേ, വീക്ക്, മന്ത്. 4 അവർ നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ ഡേയിലേക്ക് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഹോബി ഇതിലത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ഹൈ ഒക്കെ എടുക്കാതെ വന്നേക്കണ കൊണ്ട് തന്നെ ഈ ലോ എടുത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ലോ എടുത്ത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസ് പോകാം, ലോ ടൈം ഫ്രെയിമിൽ അവിടെ ഒരു പി ഉണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേജർ ലോ വരെ പ്രൈസ് എടുക്കാം. അതായത് പ്രൈസ് 3800 900 നാളെ തന്നെ വരും, അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ വരും എന്ന് ഞാൻ പറയുന്നില്ല. പതിയെ പതിയെ വരാം. നല്ലൊരു രീതിയിലത്തെ ഗോൾഡിന് നല്ലൊരു സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ടായിരുന്നു 4450 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ ആ ഒരു സപ്പോർട്ട് പ്രൈസ് ബ്രേക്ക് ചെയ്തതാണ് ഫ്രൈഡേ കാണുന്നത്. അപ്പോൾ പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ ഫോൾസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, ഹൈ ടൈം ഫ്രെയിം പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പും തിരിച്ച് റിയാക്ട് ചെയ്ത് വീണ്ടും 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 ഇറങ്ങാം. നമ്മൾ ഈ കയറിയതുപോലെ തന്നെ ഇറങ്ങണമെന്നില്ല. ഇപ്പോൾ കയറിയതുപോലെ തന്നെ ഇറങ്ങാനാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് അല്ല, ഈ ഒരു മൂവ്മെൻറ്റ്സ് പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങി ഇറങ്ങി വരേണ്ടത്. പക്ഷേ പ്രൈസ് നല്ല ഫുൾ ബാക്ക് തന്നു, തിരിച്ചു വന്നു. ഹൈ ടൈം ഫ്രെയിം ഒരു ഓബിയിൽ പ്രൈസ് നല്ല റിയാക്ഷൻ തന്നു, തിരിച്ച് ഇറങ്ങി വരുന്നു. അപ്പോൾ വീണ്ടും ഇവിടത്തേക്ക് ഈ ഒരു ഓബിയൊക്കെ ഇവിടെ ചേഞ്ച് ഓഫ് കേട്ട് തന്നെയാൽ ഈ ഒരു ഓബിയൊക്കെ നല്ല റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ തന്നെ. പ്രൈസ് ഇച്ചിരിയും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പാനിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും ആൾക്കാർക്ക്. ഇനിയും ഗോൾഡ് നല്ല രീതി ഇറങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6000-ൻ്റെ അടുത്ത് വരെ $5600 വരെ വന്നത് ഇപ്പോൾ ഏകദേശം ഒരു $1300 കുറഞ്ഞു നിൽക്കണേണ്. അപ്പോൾ വീണ്ടും പ്രൈസ് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കൊന്നും തന്നെ ഒരു $1600, അതേപോലെ ഇങ്ങോട്ട് തന്നെ $1800 ഒക്കെ പ്രൈസ് ഇറങ്ങും.
അപ്പോൾ അതൊരു ആളുകളെ ചിലപ്പോൾ ഒന്ന് പാനിക് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രൈസ് നല്ല രീതിയിൽ വീണിട്ട് അതേപോലെ തന്നെ നല്ല പുൾ ബാക്ക് ആയിട്ട് കയറാം. അതിപ്പോൾ ഈ വരുന്ന ഓരോ പൊസിഷൻസിൽ നിന്നും നമുക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഓൾറെഡി 4 അവർ നമ്മുടെ സ്ട്രക്ചർ മാപ്പ് എന്താണ്, ഓൾറെഡി ബിയറിഷ് അല്ലേ. ഈ ബിയർ സ്ട്രക്ചറിൽ പ്രൈസ് നമുക്ക് ആദ്യമായിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പോവാം. 4 അവറിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നാണെങ്കിലും കയറാം. ഇന്ത്യയാണല്ലോ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വേറെ ഒബിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ലോ എടുത്ത് നിൽക്കുന്ന ഇപ്പോൾ ഈ ഒരു ലോ കാണുന്നുണ്ടല്ലോ, ആ ലോ പ്രൈസ് എടുത്തിരിക്കണേണ്. അവിടെ നിന്ന് വേണമെങ്കിൽ നാളെ ആയിട്ട് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാം. കയറി ചിലപ്പോൾ എന്തെങ്കിലും നല്ലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ തിരിച്ച് കയറി തന്നെ പോകും. അതാണ് ബുള്ളിഷിൻ്റെ ഒരു ഗുണം. പക്ഷേ ബിയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൊണ്ടാണ് ഗോൾഡിൽ ആ ഒരു ചില സമയത്ത് പ്രൈസ് നല്ല രീതിക്ക് കയറിപ്പോൾ. അപ്പോൾ ഈ ലോ എടുത്തേക്കണത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു നെക്സ്റ്റ് വീക്ക്, ഈ വരുന്ന വീക്ക് ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ വീണ്ടും അവിടെ ഒരു റേഞ്ച് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ 2-3 ഡേയ്സ് ആയിട്ട് പ്രൈസ് ബുള്ളിഷായിട്ട് കയറി. പക്ഷെ അവിടെ നല്ല സപ്പോർട്ട് തന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ആരും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ 1 അവറിൽ നല്ലൊരു 4060 ആ ഒരു പൊസിഷനിൽ ഒരു OB ഉണ്ട്. ധൈര്യമായിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുക, ഒരു കൺഫർമേഷൻ കിട്ടുക. ഒരിക്കലും ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. 5600 വരെ അല്ലെങ്കിൽ ഒരു $500 അവിടെ ഞാൻ പറയുന്നത് പോലെ തന്നെ ബൈ എടുക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് നിർത്താൽ മതി. പക്ഷേ നല്ല രീതിയിൽ കൺഫർമേഷനൊക്കെ മുകളിലേക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറയാം ലോങ് ടൈം ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ലോങ് ടൈം ഹോൾഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ നല്ലത്. നമുക്ക് ഓൾറെഡി ഒരു 1 അവറിൽ നമുക്കൊരു ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോവർ ടൈം ഫ്രെയിം ഏകദേശം 1 അവർ 4 അവറൊക്കെ നമുക്ക് എന്താണ് ഒരു ബിയറിഷ് സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ നമുക്ക് 1 അവറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു OB ഉണ്ട്. നമുക്ക് പുതിയ ബ്രേക്ക് സ്ട്രക്ചർ 4 അവറിൽ കിട്ടുന്നത് പോലെ തന്നെ 1 അവറിൽ കിട്ടുക. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്നും കൂടി ബിയറിഷിലേക്ക് കുറച്ച് നാളത്തേക്കും കൂടി മൂവ് ചെയ്യാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. നമുക്കിപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ ഇന്റേണൽ നോക്കണമെങ്കിൽ സെല്ലിലേക്കാണെങ്കിൽ നോക്കുമ്പോൾ ഈ ലോയിൽ നിന്ന് ഇത് ഐഡിയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസിഷൻ OB റിയാക്ട് ചെയ്തില്ല. നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രീം OB ഉണ്ട്. ഈ എക്സ്ട്രീം OB ആണ് റിയാക്ട് ചെയ്ത് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു റേഞ്ച് സ്ട്രക്ചർ നല്ല സ്ട്രക്ചറായിരുന്നു. അതാണ് എക്സ്ട്രീം OBയിൽ 1 അവറിൻ്റെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് നല്ല റിയാക്ട് ചെയ്തത്. നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈക്ക് ചെയ്ത് ഐഡിയമായിട്ട് വരും. ഇവിടെ നമുക്കൊരു OB ആയിട്ട് വരുന്ന ഇതാണ്. പക്ഷെ അത് ഫെയിലായി പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഈ സെല്ല് ഇത് കിട്ടാത്ത ആൾക്കാർ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത് എടുക്കാൻ പറ്റുന്ന ഇന്റേണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. ഇന്റേണൽ ഡിസിഷൻ OB, ഇന്റേണൽ എക്സ്ട്രീം OBയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ ബോഡി ബ്രേക്ക് തന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചർ കേട്ടോ, ഇവിടെ നമ്മൾ ഈ ലോയൊക്കെ ബോഡി ബ്രേക്ക് തന്നേക്കുന്നതുകൊണ്ട് ഐഡിയം എടുത്തു. ഡിസിഷൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്തു പോയി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ ഇന്റേണൽ ഐഡിയം ഉണ്ട്. നമുക്ക് ഡിസിഷൻ ഒന്നും കാണുന്നില്ല. ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് അത് ഹൈ എടുത്തിട്ടുണ്ടാകും നോക്കണം. ജസ്റ്റ് അതാണെങ്കിൽ കറക്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഇന്റേണൽ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ബിയറിഷിലേക്ക് 1 അവറിന്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഐഡിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഡിസിഷൻ OB എടുക്കാം എന്താ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ ഫുൾ ബാക്ക് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സെല്ലിലേക്ക് നോക്കാം. നമ്മൾ ബൈയിലേക്ക് സെല്ലിലേക്ക് ഒരേപോലെ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ രണ്ടും ഒരുപാട് ലോങ് ടൈം ഹോൾഡ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ബ്രേക്ക് ഇവൻ ഇട്ടതിന് ശേഷം മാത്രം ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 1 അവർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബിയറിഷിലേക്കാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് 1 അവറിന്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ ഇന്റേണൽ സ്ട്രക്ചർ നല്ല രീതിയിൽ റിയാക്ഷൻ തരുന്നുണ്ട്. 50 മീറ്റർ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ രണ്ട് സൈഡിലേക്കും കിട്ടുന്നത് കൊണ്ട് വരെ നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 മീറ്റർ സ്ട്രക്ചർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നു, പിന്നെ ബിയറിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നു, വീണ്ടും ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നു, വീണ്ടും ബിയറിഷ്. അങ്ങനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുമ്പോഴുള്ള പ്രോബ്ലം എന്താണ്, 50 മിനിറ്റ് സ്ട്രക്ചറിൽ വരുന്ന OBകൾ അല്ലെങ്കിൽ POIകൾ വളരെ പെട്ടെന്ന് ഫെയിൽ ആകുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് റിയാക്ട് ചെയ്യാതെ ഫെയിലായി പോകുമ്പോൾ നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേയുടെ എടുക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടി നല്ലത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ സെക്ഷൻ്റെയൊക്കെ ആകുമ്പോൾ ചെറിയ ടാർഗറ്റുകളൊക്കെ വെച്ച് പോകുന്നതാണ് നല്ലത്. 50 മിനിറ്റിൽ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് പലപ്പോഴും ഫെയിലായിട്ട് റിയാക്ട് ചെയ്തേക്കുന്നത് കാണാം. ഈ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം ഇതാണ്. നമുക്കിപ്പോൾ 50 മിനിറ്റിൽ പ്രൈസ് ഒന്നെങ്കിൽ ബിയറിഷിലേക്കോ ബുള്ളിഷിലേക്കോ പോകുന്നു, അതിൻ്റെ ഇടയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ തന്നെയും കുഴപ്പമില്ല. ഇത്
മൾട്ടിപ്പിളായിട്ട് ബുള്ളിഷിലേക്കും ബിയറിഷിലേക്കും ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 50 മിനിറ്റ് സ്ട്രക്ചർ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിവിടെയൊക്കെ വരികയാണ്. അതേപോലെ ഞാൻ പറയാറുണ്ട് 0, 30, 60, 80, 100. അതായത് ഇപ്പം 3327 നിൽക്കണതല്ല, അപ്പോൾ 3000, 3030, 3060, അതേപോലെ 3080, 4000. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് കയറി പോകുമ്പോൾ പ്രൈസ് എടുക്കുന്ന സപ്പോർട്ടുകളാണ്. സപ്പോർട്ടിലാണ് പ്രൈസ് കയറി പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ പ്രൈസ് കയറി പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രൈസ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതേപോലെ ബിയറിഷിലേക്ക് ഇറങ്ങുമ്പോഴും പ്രൈസ് നമ്മുടെ ഏതെങ്കിലും ഒരു പി ഒയിൽ പ്രൈസ് വന്ന് നിൽക്കുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ 0, 30, അങ്ങനെ 60, 80, 100 എന്നുള്ളത് എളുപ്പമാണ് പഠിക്കാൻ. ആ ഒരു പൊസിഷനിലാണ് പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ, കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ട്രേഡുകൾ കുറച്ചും കൂടി നല്ലൊരു ഹോൾഡ് ചെയ്യാനും ബുള്ളിഷിലേക്ക് എടുക്കാനും ഒക്കെ ഇച്ചിരിയും കൂടി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവും. ഇവിടെ നോക്കിയാൽ പ്രൈസ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 1 അവറിൻ്റെ ക്യാൻഡിലാണ് ഞാൻ ഈ പറയുന്നതല്ല, 1 അവറിൻ്റെ ക്യാൻഡിലാണ് 0, 30, 60, 80, 100 പറയുന്നത്. ഇവിടെ 30ക്ക് മേല് പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തേക്കണോണ്ട് തന്നെ ഇനി ഈ ലോ എടുക്കാനുള്ള സാധ്യത കുറവാണ്. ഇവിടുന്ന് പ്രൈസ് കയറിപ്പോകാനുള്ള സാധ്യത. ഇവിടുന്ന് പ്രൈസ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നോക്കിയേ, പിന്നെ നമുക്ക് 60ക്ക് മേലിൽ പ്രൈസ് ഓപ്പൺ ചെയ്തു അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 57 മേലാണ് പ്രൈസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ 60ക്ക് മേലെ ഓപ്പൺ ചെയ്യാഞ്ഞത് കൊണ്ട് തന്നെ അതൊക്കെ പ്രൈസ് തിരിച്ച് നല്ലൊരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും പ്രൈസ് വീണ്ടും തള്ളണേന്. ഇത് ഫെയിൽ ആകണമെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് വരും. പക്ഷെ ഈ ഒരു ബൈയിങ് പ്രഷർ നോക്കിയേ, 60ക്ക് മേലാണ് പ്രൈസ് ക്ലോസ് ചെയ്തേക്കുന്നത്. 60ക്ക് മേലെ ക്ലോസ് ചെയ്തേക്കണോണ്ട് നോക്കിയേ, ഏകദേശം ഒരു 7-8 മണിക്കൂർ പ്രൈസ് അവിടെ നിന്നെങ്കിലും പിന്നീട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം 60ക്ക് മേലാണ്. പിന്നെ 60ക്ക് താഴെ ക്ലോസ് ചെയ്താലും പിന്നെ പ്രൈസ് ഒന്ന് ബുള്ളിഷിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകാനുള്ള എന്ന് വെച്ചാൽ ഇവിടെ പലപ്പോഴും പ്രൈസ് എന്താണ് 60ക്ക് മേലും ആ ഒരു പൊസിഷനിലൊക്കെ തന്നെയാണ് പ്രൈസ് ഓപ്പൺ ചെയ്ത് വെച്ചത് കണ്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു സൈനാണ് പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ 80 ആണ് നോക്കേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ 80ക്ക് മേൽ ഓപ്പൺ ചെയ്തിട്ടില്ല, 75 പ്രൈസ് നേരെ വീണ്ടും താഴേക്ക് വന്നു. അപ്പോഴും 60 എന്നുള്ളൊരു സപ്പോർട്ടായിട്ട് എടുത്തു കണ്ടോ. ആ സപ്പോർട്ടായിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നോക്കിയേ 80ക്ക് മേലാണ് പ്രൈസ് ഓപ്പൺ. 80ക്ക് മേൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഒരു 480 എന്നുള്ളത് ഒരു 530 വരെ പ്രൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ടൈം എടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് താഴേക്ക് വന്നു 60ൻ്റെ അവിടെ തന്നെ വീണ്ടും സപ്പോർട്ട് എടുത്തു. ഇവിടെ നേരത്തെ എടുത്ത അതേ സപ്പോർട്ട് തന്നെ എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് 60ക്ക് മേലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 530 വരെ നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കറക്റ്റ് 530 വരെ ഒന്നും നോക്കരുത്. ഇപ്പോൾ നമുക്ക് 60 കിട്ടിയേക്കണത് മെയിനായിട്ട് ഈ ഹൈയ ഫസ്റ്റ് നോക്കുക, 70-80 നെക്സ്റ്റ് കണ്ട ഇത് നോക്കുക. ഇത് നോക്കി പ്രൈസ് നോക്കിയ 500ന് മേല് പുതിയ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 30 വരെ പോകും. പക്ഷെ ഇവിടെ നമ്മളെ പറ്റിച്ചു, പ്രൈസ് താഴേക്ക് ഇറങ്ങി കേട്ടോ, 515 വരെ പോയി. അപ്പോൾ 30 എന്നുള്ളത് കറക്റ്റായിട്ട് എടുക്കുന്നത്. 500 കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രൈസ് എന്ത് ചെയ്യുക, താഴേക്ക് പോരുമ്പോഴും നോക്കിയാൽ നമുക്ക് ഇവിടെ 80ക്ക് മേലെ ഓപ്പൺ ചെയ്ത്, പക്ഷെ ഇവിടെ നിന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണുന്നില്ല. 80ക്ക് മേലെ വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 60 വീണ്ടും സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. ഈ സപ്പോർട്ട് ലോങ് ടൈം കയറി പോകുമെന്ന് റീറ്റെയിലുകാർ വിചാരിച്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് ഇവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റി മൊത്തം ആരെടുത്തിട്ട് പോയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30 വരെ പോകുമെന്ന് വിചാരിച്ച് ട്രേഡ് എടുത്തിട്ട് ഒരു $15 കൂടി പോട്ടെ എന്നിട്ട് ഞാൻ പ്രോഫിറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന കൊതിയന്മാർക്ക് എല്ലാവർക്കും നല്ലൊരു പണി ഇവിടെ തന്നു. അവരെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അവർ ട്രേഡ് ഇട്ട് നിന്നിട്ട് എന്ത് സംഭവിച്ചു, നേരെ പ്രൈസ് 60 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഏകദേശം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പ്രൈസ് താഴേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷനിലൊക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് ഇച്ചിരിയും കൂടി ലോസൊക്കെ വരാതെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് പോകാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ രണ്ട് സൈഡിലേക്കും ട്രേഡുകൾ നോക്കുക. ലോങ് ടൈം ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാനൊക്കെ സെറ്റ് ചെയ്ത് ഈ സെറ്റപ്പുകളൊക്കെ കൂടി ഒന്ന് പരീക്ഷിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ബാക്കി കറൻസികളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.